കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിളവെടുപ്പ്, അല്ലേ? എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ടോ അതനുസരിച്ച് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങും. അത് ശരിയല്ലേ? എന്തൊരു കൃഷി ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ പരിമിതികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അല്ലേ? പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും ഇതുപോലെ വിളവെടുക്കാറുണ്ട്. ഞാൻ കൃഷി ചെയ്യുന്നത് ഇതുപോലെ ടെറസിൻ്റെ മുകളിലാണ്. അത് ഒട്ടുമിക്ക പേർക്കും എൻ്റെ ചാനലിലുള്ളവർക്ക് അറിയാൻ പറ്റൂലേ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ വീടിന് മുകളിൽ ടെറസിലായിട്ടൊക്കെ ഇതേപോലെ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ടെറസ് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കിളച്ചൊന്നും എടുക്കണം എന്നല്ല. ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അത് വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു നനവുണ്ടല്ലോ, അത് നമ്മുടെ വാർക്കപ്പുറത്തൊക്കെ നനഞ്ഞ് കിടന്നാൽ അത് കേടാണ്. അപ്പോൾ ആദ്യം തന്നെ സിമൻറ്റ് അടന്ന് പോയിട്ടില്ല എന്നും അതുപോലെ കൃഷിയിൽ വെള്ളം കെട്ടി നിൽക്കില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താം. ഇനിയിപ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള നമ്മുടെ പെയിൻ്റൊക്കെ അടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അടിക്കുക. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്നൊരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്രോ ബാഗ് വെച്ചേക്കുന്നത്. അതായത് ചിരട്ട 3-4 എണ്ണം നിരത്തിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരിക്കലും വാർക്കപ്പുറത്ത് നനഞ്ഞിങ്ങനെ കുതിർന്ന് കിടക്കില്ല. നമ്മുടെ ചിരട്ട വഴി അത് ഉണങ്ങിപ്പോക്കോളൂ കേട്ടോ. പിന്നെ ഇഷ്ടിക വെക്കാം. പക്ഷേ ഇഷ്ടിക വെക്കുമ്പോൾ ഇഷ്ടികയുടെ വെയിറ്റും കൂടെ നമ്മുടെ വാർക്കപ്പുറത്തിന് താങ്ങേണ്ടി വരുമല്ലോ. സോ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ മണ്ണ് കട്ട പിടിക്കാതിരിക്കാനുള്ള പൊട്ടി മിക്സ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത് കേട്ടോ. മണ്ണ്, അതുപോലെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിക്സ് ആണ് എപ്പോഴും നല്ലത്. ഞാനത് എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ ഒരു ഭാരം കുറയും, ചെടികൾ നന്നായി വളരും, മണ്ണ് കട്ട പിടിക്കത്തില്ല. അതുപോലെ ഗ്രോ ബാഗിൻ്റെ ഡ്രെയിനേജ് ഹോൾസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വെള്ളമൊക്കെ കറക്റ്റായിട്ട് പോകാൻ കണക്കിന് ഡ്രെയിനേജ് ഹോൾസൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ നമ്മൾ 2 നേരം നനച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം നനയ്ക്കുക. ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. 2 നേരം ഇപ്പോൾ ഒഴിക്കണത് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ടാണ്. ഞാൻ ഒഴിക്കാത്തതിൻ്റെ കോലം എൻ്റെ കൃഷിയിൽ കാണുന്നുണ്ട്. പക്ഷേ എനിക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഗ്രോ ബാഗിൽ വളരെ മണ്ണിൻ്റെ അളവ് കുറവാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പോഷകങ്ങൾക്കൊക്കെ എന്ത് വേണം? നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ ചെയ്തു കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ പ്രയോഗമാണ്. കഞ്ഞിവെള്ളം 5-6 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 5-6 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ കൃഷിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു നോക്കിയേ, നല്ല രീതിക്ക് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൂക്കളിടാനും കായ്ക്കാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ വളങ്ങളൊക്കെ മാറി മാറി യൂസ് ചെയ്യുക. പരമാവധി ജൈവവളം തന്നെ ഉപയോഗിക്കുക. ഞാൻ രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ കടയിൽ നിന്ന് എന്തായാലും വാങ്ങി കഴിച്ചതൊക്കെ രാസവളം അടങ്ങിയ സാധനങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് നല്ല ജൈവപരമായിട്ട് തന്നെ കൃഷി ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ? കാരണം വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം എല്ലാത്തിലും കെമിക്കൽസാണ്, അല്ലേ? പച്ചക്കറിയിലും എല്ലാത്തിലും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പരമാവധി ജൈവപരമായിട്ട് തന്നെ കൃഷി ചെയ്യാം. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ 2 നേരം ചെറിയ രീതിക്ക് വെള്ളം നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ മണ്ണ് പെട്ടെന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ അത് ചെടിക്കൊക്കെ ഈ പറഞ്ഞ പോലെ മഞ്ഞളിപ്പൊക്കെ വരാൻ തുടങ്ങും. കാറ്റ് നല്ല രീതിക്ക് ഉണ്ടാവുമല്ലോ ടെറസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ തക്കാളി പയറിനൊക്കെ താങ്ങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിലും തക്കാളി കൃഷി ചെയ്യുമ്പോൾ താങ്ങ് വേണം, അതെല്ലാവർക്കും അറിയാലോ. പയറിനാണെങ്കിലും പടർന്ന് കയറാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ സൂര്യപ്രകാശം ഒട്ടുമില്ലാത്ത ഏരിയയിൽ വെക്കരുത്. എപ്പോഴും 5-6 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഏരിയയിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൻ്റെയൊക്കെ ഭാരം താങ്ങാനുള്ള കപ്പാസിറ്റി ടെറസിനുണ്ടോ എന്നുള്ളത് പരിഗണിച്ചിട്ടേ നിങ്ങൾ ടെറസിൽ എത്ര ഭാരം കയറ്റണം എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലെ വീഡിയോസ് കാണിക്കുന്നത് ഓരോ ദിവസവും ഞാൻ നമ്മുടെ തക്കാളിയൊക്കെ പറിക്കുന്നതും അച്ചിങ്ങയൊക്കെ പറിക്കുന്ന വീഡിയോസാണ് അതിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ അല്ല, ഓരോ ദിവസവും നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് നമ്മുടെ കറിക്കുള്ളത് കിട്ടും കേട്ടോ. ഇത് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണ്. പേഴ്സണലി ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. ആദ്യമായിട്ട് നിങ്ങൾ കൃഷി തുടങ്ങുമ്പോൾ പയറും ചീര അതുപോലെ തക്കാളി ഇതൊക്കെ നട്ടാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വഴുതനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുവിധം ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് ഞാൻ കറിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ചിങ്ങ പറിച്ചപ്പോൾ ഒരെണ്ണം അപ്പുറത്തേക്ക് സൺസൈഡിൽ വീണു. പക്ഷെ ഞാൻ കളയില്ല, കാരണം എൻ്റെ അധ്വാന ഫലമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ തവണ കറി വെക്കുമ്പോഴും ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. പിന്നെ
ഒരു തവണ വേറൊരു വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പയറും തക്കാളിയും ഒക്കെ. അപ്പം നമുക്കത് കൊടുക്കുമ്പോൾ ഒരു അഹങ്കാരമാണ് അല്ലേ? കാരണം നമ്മളുടെ കൈ കൊണ്ട് നട്ടുണ്ടാക്കാന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ജൈവ വളങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ മുൻപത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം വളങ്ങൾ നൽകാം, എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്നൊക്കെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുൻപത്തെ ആ വീഡിയോ കണ്ടാൽ എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൃഷിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ പച്ചക്കറി ആ ഒരു ലക്ഷ്യം മാത്രമല്ല ഇതിലുള്ളത്. മനസ്സിന് വല്ലാത്തൊരു സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് കൃഷി. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മണ്ണിൽ തൊടുന്നതും അതുപോലെ വെള്ളം ഒഴിച്ചെടുക്കലും ഇതൊക്കെ ഒരു തെറാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മ നട്ട ആ ഒരു പച്ചക്കറിയൊക്കെ വളർന്നു വരുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം, ഇതുപോലെ വിളവെടുക്കുമ്പോൾ അതിലുള്ളൊരു വേറെ സന്തോഷം, എല്ലാം നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ്. ഇതിലൂടെ കിട്ടണത് പ്രകൃതിയായിട്ടുള്ള ഒരു അടുപ്പവും കൂടിയാണ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉടനെ തന്നെ നന്നായിട്ട് ഉഷാറായിക്കോ. നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നേ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.